സഖാവ് പിണറായി ഇന്നലെ പ്രസംഗിക്കുമ്പോൾ ഞങ്ങളെല്ലാം അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ ഒരു കഥയിലെ ഒരു സംഭവം അവതരിപ്പിച്ചു. പിണറായി പറഞ്ഞു, ഞാനിങ്ങനെ ഓഫീസിലിരിക്കുകയാണ്, രാജീവൻ വിളിച്ചു. രാജീവൻ പറഞ്ഞു, ഒരു വ്യവസായം തുടങ്ങാനുള്ള ഒരു സംരംഭവുമായിട്ട് ഒരാൾ നിങ്ങളെ പരിചയപ്പെടാൻ വരുന്നു, വന്നോട്ടെ പറഞ്ഞു. രാജീവനും കൂട്ടി വന്നു. രാജീവനും കൂട്ടി വന്നപ്പോൾ ഞങ്ങളിങ്ങനെ സൗഹൃദത്തിൽ സംഭാഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ എവിടെയാണ്? അപ്പോൾ കേരളീയനല്ല, അപ്പോൾ ഇന്ത്യക്കാരനുമല്ല, വിദേശിയാണ്. അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ കേരളത്തെ, നിങ്ങളുടെ ഇത്രയും വലിയ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്, ഇത്രയും വലുതാന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലല്ലോ. അത് ഏറ്റവും അവസാനമാണ് പിണറായി പറഞ്ഞത്. പിണറായി ചോദിച്ചു, എത്രയാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അപ്പോൾ ചെറിയൊരു സംഖ്യ, 1000, 2000 ഒക്കെയാണ് പിണറായി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, 3 ലക്ഷം കോടിയാണ്. 3 ലക്ഷം കോടി ഇൻവെസ്റ്റ് ചെയ്യാൻ കേരളത്തിൽ വരികയാണ്. അപ്പോഴും പിണറായി ചോദിക്കുകയാണ്, എന്താണ് നിങ്ങൾ ഈ കേരളത്തെ തിരഞ്ഞെടുക്കാൻ കാരണം? അദ്ദേഹം പറയാണ്, സമാധാനപരമായി ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി മുമ്പോട്ടേക്ക് പോകാൻ കഴിയുന്ന നാടിനെ പറ്റി ഞങ്ങൾ പരിശോധിച്ചപ്പോൾ അതിൽ ഞങ്ങൾ 1ാം സ്ഥാനത്ത് കാണുന്നത് കേരളത്തെയാണ് എന്നാണ് എന്നോട് ആ വ്യവസായി പറഞ്ഞത്. 3 ലക്ഷം കോടി നിക്ഷേപിക്കാൻ തയ്യാറുള്ള വ്യവസായി. ഇതാണ് കേരളം. കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് വർഗീയ കലാപം നടക്കാത്ത, സമാധാനപരമായിട്ട് ജീവിക്കാൻ സാധിക്കുന്ന അന്തരീക്ഷമുള്ള നാട്. ആ നാട്ടിലാണ്, കേരളത്തിലാണ് പുതിയ വ്യവസായത്തിൻ്റെ പുതിയ ചക്രവാളങ്ങൾ ഉയർന്നു വരുന്നത്. ഞാൻ ഈ പറഞ്ഞ 2 ലക്ഷം കോടിയുടെ 27% ഇപ്പോഴും തന്നെ പ്രൊജക്റ്റ് ആയിട്ടുണ്ട്. ഈ 1.18 ലക്ഷത്തിന് പുറമെയാണ് ഈ പറയുന്ന 3 ലക്ഷം. കേരളത്തിൻ്റെ വളർച്ച വലിയ രീതിയിൽ മുന്നോട്ടേക്ക് കുതിക്കാനുള്ള സാധ്യത ഇത് നമ്മൾ ഫലപ്രദമായിട്ട് ഉപയോഗിക്കണം എന്ന് തന്നെയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേരളത്തെ ഇന്ത്യയുടെ ഭൂപടത്തിൽ നിന്ന് ഒഴിവാക്കാൻ ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ നമുക്ക് തൊഴിലില്ലായ്മ പ്രശ്നം പരിഹരിക്കാൻ കഴിയും, നമുക്ക് ദാരിദ്ര്യം അവസാനിപ്പിക്കാനാവും, നമുക്ക് വിദ്യാഭ്യാസ മേഖലയിൽ ലോകോത്തരമായ രീതിയിൽ മുന്നോട്ടേക്ക് കുതിക്കാനാവും. ആരോഗ്യ സംരക്ഷണത്തിൽ അമേരിക്കയെ കവച്ചു വെക്കുന്ന രീതിയിൽ കേരളം മുന്നേറിയിട്ടുണ്ട്. ഇതെല്ലാം ലോകത്തിൻ്റെ മുമ്പിൽ അടയാളപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് ഞാനിനി നീട്ടുന്നില്ല. ഈ കേരളത്തിൻ്റെ ഉന്നം സാധാരണ രീതിയിലുള്ളൊരു ചെറിയ എന്തെങ്കിലും ഒരു ലക്ഷ്യമല്ല. ഞങ്ങളുടെ ഉന്നം ലോകത്തിൻ്റെ മുമ്പിൽ ഈ കേരളത്തെ പ്രത്യേകമായിട്ട് അടയാളപ്പെടുത്തണം. ഒരു മുതലാളിത്ത സമൂഹത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന കേരളം, കുത്തക മുതലാളിത്തത്തിൻ്റെയും ഭൂപ്രഭുത്വത്തിൻ്റെയും സാമ്രാജ്യത്വ സാമ്പത്തിക ശക്തിയുടെയും കലവറയായി 87% സമ്പത്ത് 10% കയ്യിൽ എത്തിച്ചേർന്നിരിക്കുന്ന മുതലാളിത്ത പ്രതിസന്ധിയുടെ നാട്. ആ നാട്ടിൽ അതിൻ്റെ ഭാഗമായ, ആ ഭരണകൂട വ്യവസ്ഥയുടെ ഭാഗമായ കേരളത്തിൽ ഇന്ത്യയിലെ മറ്റിതര സംസ്ഥാനങ്ങളിൽ നിന്നും ലോകത്തിലെ മുതലാളിത്തത്തിൻ്റെ മറ്റ് വിവിധ രാജ്യത്തിൻ്റെ അനുഭവങ്ങളിൽ നിന്നും വ്യത്യസ്തമായി 300 വർഷം 400 വർഷം 1789 ഫ്രഞ്ച് വിപ്ലവം മുതൽ ബൂർഷ്വാ ജനാധിപത്യ വിപ്ലവങ്ങൾ നടത്തി വമ്പിച്ച രീതിയിൽ മുന്നേറ്റം സൃഷ്ടിച്ച രാജ്യങ്ങളുണ്ട് യൂറോപ്പിലും അതുപോലെ ലോകത്തിൻ്റെ വിവിധ മേഖലയിൽ. കോളനി വാഴ്ചക്കെതിരായി പോരാട്ടം നടത്തിയ ഇന്ത്യയെ പോലുള്ള നവസ്വാതന്ത്ര്യ രാഷ്ട്രങ്ങളല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, പഴയ രാജ്യങ്ങൾ. അവിടെയെല്ലാമുള്ള ജനങ്ങളുടെ ജീവിതം, അവിടെ പാവപ്പെട്ടവൻ കൂടുതൽ പാവപ്പെട്ടവനായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് ഞാൻ എടുത്തു പറയുന്നത്. ഈ 300-400 വർഷക്കാലത്തെ വിജയം നേടിയ ജനാധിപത്യ വിപ്ലവത്തിന്റെ ഭാഗമായി വികാസം നേടിയ രാജ്യത്തിലെ ജനങ്ങളുടെ ജീവിതത്തെക്കാൾ മെച്ചപ്പെട്ട, ആ ജീവിതത്തോടൊപ്പമല്ല അതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു ജീവിതം കേരളത്തിലെ ജനങ്ങൾക്ക് നൽകുക എന്നതാണ് നവകേരളം കൊണ്ട് കേരളം ലക്ഷ്യമിടുന്നത്. അതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചൂണ്ടിക്കാണിച്ചത്.